രണ്ടിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി പേരുള്ള സ്ഥലമാണ് കാസർഗോഡ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ് കാസർഗോഡ്. ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ മറ്റെങ്ങും കിട്ടാത്ത തരത്തിലുള്ള കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കും സാധിച്ചിട്ടുണ്ട്. ചന്ദന തൈലം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യാജ ദിർഹം കേസുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കോടതിയെ പറ്റിക്കുന്ന ഈ റെസീറ്റുകൾ, വില്ലേജ് ഓഫീസിലെ കരവടച്ച റെസീറ്റുകൾ അത് വ്യാജമായിട്ടുണ്ടാക്കി വ്യാപകമായി കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ്. അപ്പം അത്തരത്തിലുള്ള കേസുകൾ ഒക്കെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാഹനമോഷണവും പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം 8/6/2004 തീയതി ഇന്ന് ഞാൻ കാസർഗോഡ് ചെയ്യാം. വൈകുന്നേരം ഞാനും എൻ്റെ പാർട്ടിയും, പിന്നെ കൂടാതെ പാർട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ സ്ക്വാഡിലുണ്ടായിരുന്ന സാബു ഉണ്ടായിരുന്നു, രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, അങ്ങനെ വേറെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു, സുരേഷ് ഉണ്ടായിരുന്നു, പിന്നെ ട്രാഫിക് ടീമും ഉണ്ടായിരുന്നു. ചന്ദ്രഗിരി പാലത്തിന് ഇപ്പുറത്ത് വെച്ചിട്ട്, അപ്പോൾ അവിടെ 2 സൈഡും പൊങ്ങിയ സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് വാഹനങ്ങൾ പരിശോധിക്കുകയായിരുന്നു. വാഹനങ്ങൾ പരിശോധിക്കാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഈ കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു ബൈക്ക്, അതായത് കണ്ണൂർ ടൗണിൽ നിന്ന് മോഷണം ചെയ്തുകൊണ്ടുവന്ന ഒരു ബൈക്ക് പിടിക്കാനിടയായി. അപ്പോൾ നമുക്കൊരു വിവരം കിട്ടുകയും ഈ കണ്ണൂർ ജില്ലയും അതിനപ്പുറത്തേക്കുള്ള ജില്ലകളിൽ നിന്നൊക്കെ മോഷിച്ച് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2 വീലറുകളും കാസർഗോഡ് വഴി മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയും അവിടെ പൊളിച്ച് വിൽക്കുകയും ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാസർഗോഡ് തന്നെ എൻ്റെ നമ്പർ മാറ്റിയിട്ട് ഓടുന്നുണ്ടെന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക ചെക്കിങ് അന്ന് നടത്താനുണ്ടായ കാരണം. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടൊരു 7:30-8:00ക്കും 8:00നും ഇടയ്ക്കാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ ചന്ദ്രഗിരി പാലം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ എൻ്റെ ഒരു ചെറിയ വളവോട് കൂടിയിട്ടാണ് ഉള്ളത്. ആ വളവിൽ നിന്ന് അമിത വേഗതയിലൊരു ബൈക്ക്, ഷർട്ടെല്ലാം പുറകോട്ട് പറക്കുന്ന രൂപത്തിൽ അത്ര വേഗതയിലൊരു ബൈക്കിങ് വന്ന് പോലീസ് പാർട്ടി കണ്ടതും വളരെ സ്ലോ ആക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് എത്തിപ്പോയി. അത്ര ഇതിലാണ് വരുന്നത്. തിരിച്ചു പോകണോ മുന്നോട്ട് പോകണം എന്നുള്ള ആശങ്കയിലായിപ്പോയി. അപ്പോൾ പോലീസുകാർ റോഡിൻ്റെ കയറി നിന്നു. ആ വണ്ടി പിന്നെ സൈഡാക്കി നിർത്തി ഞങ്ങൾ അടുത്തേക്ക് ചെന്നു. ഇപ്പം എന്താ ഇത്ര വേഗതയിൽ ഓടിക്കുന്നത് എന്ന് ചോദിച്ചു. അപകടമല്ലേ, ഒന്നത് പാലത്തിനടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടിയെ നോക്കുമ്പോൾ വണ്ടി തൃശ്ശൂർ രജിസ്ട്രേഷനിലുള്ള ഒരു 2 വീലറാണ്. എവിടെയാണ് വീടെന്ന് ചോദിച്ചു അയാളുടെ. അപ്പം ഓടിച്ച ആൾ പറഞ്ഞു, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എറണാകുളത്താണ് എന്ന് പറഞ്ഞു. പേര് എന്താണെന്ന് ചോദിച്ചു. അപ്പം അതിനുത്തരം പറഞ്ഞു മുനീറാണ് എന്ന് പറഞ്ഞു. ആലുവയിലാണ് വീടെന്നും പറഞ്ഞു. അഡ്രസ്സും പറഞ്ഞു തന്നു. വണ്ടിയുടെ പേപ്പറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിക്കകത്ത് വണ്ടിയുടെ പേപ്പറുണ്ട്. അപ്പം അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ പേര് മുനീർ എന്നാണ്. അപ്പോൾ വണ്ടിയുടെ RC ഓണറുടെ പേര് വേറൊരു വ്യത്യസ്തമായൊരു പേരാണ്. അപ്പം നിങ്ങളും ഈ വണ്ടിയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളുടെ പേരിലാണോ വണ്ടി? അപ്പം വളരെ ചെറുപ്പക്കാരനാണ്, ഒരു കഷ്ടി 20 വയസ്സ് ആവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പേരിലാണോ വണ്ടി? അല്ലല്ലോ. ഈ RC ഓണർ ആരാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടുന്നില്ല. ഈ RC ഓണർ പിന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷനുള്ള ആളാണോ? ഇതെവിടെയുള്ള വണ്ടിയാണ്? അപ്പം പറഞ്ഞു, വണ്ടി തൃശ്ശൂരുള്ളതാണ് സാർ. അപ്പം വണ്ടിയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അത് പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ബന്ധു തന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. ഒരു സംശയം, പയ്യൻ പറയുന്നതിൽ എന്തോ ഒരു പന്തികേട് പോലെ.
പിന്നെ ചോദിച്ചു, നീ ഈ കാസർഗോഡേക്ക് വരാനുള്ള കാരണം എന്താ? അതൊരു സുഹൃത്തിനെ കാണാൻ വരുന്നതാണ്. ആരാ സുഹൃത്ത്? അപ്പോൾ സുഹൃത്തിൻ്റെ ഒരു മൊയ്തു എന്നൊരു പേരവൻ പറഞ്ഞു. മൊയ്തുവിനെ കാണാൻ. അതെങ്കിൽ മൊയ്തുവിനെ എങ്ങനെയാണ് പറയാം? മൊയ്തുവിനെ കുറേ കാലമായിട്ട് പരിചയമുണ്ട്. എവിടെ വെച്ചിട്ടാണ് നീ പരിചയപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് എറണാകുളത്ത് വെച്ചാണ് മൊയ്തുവിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. മൊയ്തുവിൻ്റെ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ? നിനക്ക് വിളിക്കാൻ പറ്റുമോ? മൊയ്തുവിനെ വിളിച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവൻ മൊയ്തുവിനെ വിളിച്ചു, പക്ഷേ മൊയ്തു എടുത്തില്ല. മൊയ്തു ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ നിന്ന് അതിലേക്ക് അവൻ വിളിച്ചു. പക്ഷേ വിളിച്ചപ്പോൾ മൊയ്തു ഫോൺ എടുത്തില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് സംശയം തോന്നി. പക്ഷേ ഇവൻ്റെ പെരുമാറ്റത്തിലും രീതിയിലൊന്നും ഒരു സംശയവും തോന്നുന്നില്ല. കാരണം അവൻ ജെനുവിനായിട്ട് മറുപടി പറയുന്ന പോലെയാണ്. വളരെ പാവം ഒരു പയ്യനെ പോലെയാണ് അവൻ ഞങ്ങളോട് പെരുമാറിയത്. എന്നാലും ഒന്ന് നോക്കിക്കളയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ സാമുവിനെ കൊണ്ട് ഇവൻ ഓടിച്ചു വന്ന വണ്ടി എടുപ്പിച്ച്, എന്നിട്ട് ഇവനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ നേരെ CI ഓഫീസിലേക്ക് വന്നു. CI ഓഫീസിൽ വന്ന് ഇവനെ ഞങ്ങൾ 2-3 പേര് ചേർന്നിരുന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ ആ സമയത്ത് മൊയ്തു ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. മൊയ്തു വിളിച്ചപ്പോൾ, നീ ഫോൺ എടുത്തോ, പക്ഷേ ഇവിടെയാണെന്ന് പറയരുത്, വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇവൻ അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ CI ഓഫീസിൽ വരുമ്പോഴും പയ്യൻ നമ്മളോട് നല്ല രൂപത്തിലാണ് പെരുമാറുന്നത്. ചോദിക്കുന്നതിനൊക്കെ സംശയമുണ്ടെങ്കിലും അതിനെല്ലാം ഉത്തരം നൽകുന്നുണ്ട്. അപ്പം പിന്നെ വീണ്ടും ചോദിച്ചു, മൊയ്തുവായിട്ടുള്ള കണക്ഷൻ എന്താണ്? എന്തിനാണ് നീ മൊയ്തുവിനെ കണ്ടു പരിചയപ്പെട്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൊയ്തുവിനെ കാണാൻ വരത്തക്ക ബന്ധം നിങ്ങൾ തമ്മിൽ എന്താണ്? അതിൽ പയ്യനൊന്ന് പരുങ്ങി. പിന്നെ അപ്പോൾ RC നമ്മൾ നോക്കി പരിശോധിച്ച് പിന്നെ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം ആ ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്ന് ഇവന് ഈ RC ഓണറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു 20-25 മിനിറ്റ് ചോദ്യം ചെയ്യലെന്ന് തന്നെ മനസ്സിലായി. പയ്യൻ അവസാനം പറഞ്ഞത് എനിക്ക് ബന്ധമില്ലാത്ത ബൈക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലവും ഇവനെ എവിടെ നിന്നാണ് നിനക്ക് ഈ ബൈക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പം തന്നെ ഏതാണ്ടൊരു ആ നല്ല രൂപത്തിലൊക്കെ നിന്ന പയ്യൻ്റെ മോഹമെല്ലാം മാടാൻ തുടങ്ങി. നീ ഇത് എവിടെ നിന്ന് എടുത്താ എന്ന് ചോദിച്ചു. അപ്പം അവൻ തുറന്ന് പറഞ്ഞു, സാർ, ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. നീ എത്ര നാളായി മൊയ്തുവായിട്ട് ബന്ധപ്പെടുന്നത്? മൊയ്തുവായിട്ട് 2 മാസമായി സാർ മൊയ്തുവായിട്ട് ബന്ധപ്പെടുന്നത്. മൊയ്തുവായിട്ടുള്ള ബന്ധം എന്താ? പിന്നെ പയ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവൻ പറഞ്ഞ്, സാർ, ഞാൻ എടുക്കുന്ന വണ്ടി മൊയ്തുവിനാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പം മൊയ്തുവിനടുത്ത് വണ്ടിയുണ്ടോ? സാർ, കഴിഞ്ഞ ദിവസം ഒരു വണ്ടി കൊണ്ട് കൊടുത്തിരുന്നു. മൊയ്തുവിൻ്റെ വീടറിയാവോ? മൊയ്തുവിൻ്റെ കട അറിയാം. അങ്ങനെ ഇവനെയും കൂട്ടി ഞങ്ങൾ പോകുന്നു. മൊയ്തുവിൻ്റെ അടുത്ത് കാസർഗോഡ് ടൗണിനപ്പുറത്തുള്ള മൊയ്തുവിൻ്റെ പട്ടള മൊയ്തുവിൻ്റെ കടയിലെത്തുന്നു. അവനെ അവിടുന്ന് മൊയ്തുവിനെയും കൂട്ടി ഇവൻ കഴിഞ്ഞ ദിവസം കൊടുത്തെന്ന് പറഞ്ഞ ബൈക്കും എടുത്തിട്ട് ഞങ്ങൾ നേരെ വീണ്ടും സർക്കിൾ ഓഫീസിലേക്ക് വന്നു. 2 പേരെയും മാറി മാറി ചോദ്യം ചെയ്തു. മാറി ചോദ്യം ചെയ്തതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാക്സിമം ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും. കുറേ വണ്ടികൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി. അങ്ങനെ ഇവനെയും പട്ടള മൊയ്തുവിനെയും കൂടെ ചേർത്തിട്ട് FIR രജിസ്റ്റർ ചെയ്തു നമ്മൾ. ഇനി ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഇവൻ്റെ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വിളിച്ചു, ഈ മുനീറിൻ്റെ സ്റ്റേഷനിലേക്ക്. അവിടെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. അവിടെ കേസൊന്നും ഇല്ല.
കുഴപ്പക്കാരനല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അലിഞ്ഞിങ്ങനെ തിരിഞ്ഞ് നടക്കും, ഇടയ്ക്ക് ഒക്കെ വീട്ടിൽ നിന്ന് പോവും, പിന്നെ കുറേ ദിവസം കാണത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്റ്റേഷനിലെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്കപ്പോഴേ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവൻ കളവ് കേസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഈ മൊയ്തു എന്നയാൾ, പട്ടള മൊയ്തു എന്ന് പറയുന്ന ആൾ മോഷണ വസ്തുക്കൾ, പ്രത്യേകിച്ച് വാഹനം വാങ്ങി വിൽപ്പന നടത്തുന്നതും പൊളിച്ചു വിൽക്കാൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ അയാളെ തേടി, അയാളും പിന്നെ ഈ പയ്യൻ പറയുന്നൊരു സംഗതിയുണ്ട്, മുനീർ പറയുന്നു, ഇയാളെ പരിചയപ്പെടുന്ന എറണാകുളത്തു നിന്നാണെന്നാണ് പറഞ്ഞത്. അതവൻ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്ത്രപരമായി ചിരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ പറഞ്ഞൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇവൻ മോഷണ വസ്തു വിൽക്കാൻ വേണ്ടി വരുന്നതിനിടയിൽ കാസർഗോഡ് വെച്ച് പരിചയപ്പെട്ട ആളാണ് ഈ മൊയ്തു. പിറ്റേ ദിവസം ഇവരെ രണ്ടുപേരെയും റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്തു. 12-ാം തീയതി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മോഷണ കേസിൽപ്പെട്ടവരായാലും അല്ലെങ്കിൽ ഏത് പ്രതികളാണെങ്കിലും നമ്മൾ അവരോട് പെരുമാറുന്ന രീതിക്കനുസരിച്ച് അവരിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞവന് നല്ല ഭക്ഷണമെല്ലാം വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ അവന് കുളിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം, ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. അപ്പോഴവൻ നമ്മളോടൊരു നല്ല ഒരു ബന്ധത്തിൽ ആ ആദ്യത്തെ ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ആയി. പിന്നെ അവനെ ഞങ്ങളൊന്ന് 4 പേരും ഒന്ന് ചുറ്റുമിരുന്ന് ഇവനെ, നീ ഞങ്ങളോട് പറഞ്ഞ അത്ര കേസുകളൊന്നുമല്ല, നീ ആകെ 2 കേസിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, അതൊന്നുമല്ല, നീ 2 മാസമായിട്ട് മൊയ്തുവായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ, അപ്പോൾ മൊയ്തുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് സംഗതികൾ കിട്ടിയിരുന്നു. ഈ 2 മാസമായിട്ട് മൊയ്തുവിനെ നീ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും കാലമായിട്ടെങ്കിലും ഉള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കളവ് നീ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ മാതിരി തന്നെ ഇവൻ കഥ പറയാൻ തുടങ്ങി. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇവൻ 30 ബൈക്ക് മോഷണം, നമ്മൾ പിടിച്ച കേസ് അടക്കം 30 ബൈക്കുകൾ തൃശ്ശൂർ മുതൽ മംഗലാപുരം വരെയുള്ള സ്റ്റേഷൻ ലിമിറ്റുകളിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മോഷണം ചെയ്തത് കൃത്യമായിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സ്പോട്ട് വരെ, ഇപ്പോൾ ഒരു കൺഫെഷൻ നടത്തുമ്പോൾ എവിടെയാണ് അത്, ഇന്ന റോഡിൽ ഇത്രാമത്തെ വീട്, മിക്കവാറും ഇവൻ ചെയ്യുന്നത് അധികവും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് മോഷണം നടത്തുന്നത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ. മോഷണം നടത്തിയത് ഇങ്ങോട്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട്, കുറേ സ്ഥലങ്ങളിൽ, മലപ്പുറം ജില്ലയിലുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, കോഴിക്കോട് ടൗണിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ട്, പിന്നെ വടകരയിൽ നിന്നുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നുണ്ട്, പയ്യോളിയിൽ നിന്നുണ്ട്, തലശ്ശേരിയിൽ നിന്നുണ്ട്, തൃശ്ശൂർ അപ്പുറത്തുനിന്ന് വരെ മോഷണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മംഗലാപുരം വരെ നീളുന്ന ഒരു 30 ബൈക്ക് മോഷണ കേസുകൾ 2-ാമത്തെ ദിവസം കസ്റ്റഡിയിലിരിക്കെ ഈ പ്രതി കുറ്റസമ്മതം നടത്തുകയാണ്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ മുനീറിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ബൈക്കെല്ലാം മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം വയറിംഗ് കിറ്റിൽ നിന്നും കീ കിറ്റിലേക്ക് പോകുന്ന വയറ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിക്കറടിച്ചാൽ എല്ലാ വണ്ടിയും സ്റ്റാർട്ടാകുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ സിമ്പിൾ മെക്കാനിസമേ ഉള്ളൂ. അന്നത്തേക്ക് വണ്ടി അങ്ങനെയാണ്, അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, നീ 2 മാസത്തെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതിനു മുമ്പുള്ള കാര്യമോ? അപ്പോഴവന് മറുപടി തന്നത്, സാറിന് ആവശ്യമുള്ള കേസെല്ലാം കിട്ടിയില്ലേ. സാറിന് ആവശ്യമുള്ള കേസല്ല, നീ ചെയ്ത കേസുകൾ പറയണ്ടേ ഞങ്ങളോട്, കളവാണല്ലോ ചെയ്തിരിക്കുന്നത്, നല്ല കാര്യമോ പുണ്യപ്രവൃത്തിയൊന്നും അല്ല ചെയ്തത്, നാട്ടുകാരൻ്റെ സാധനം മോട്ടിച്ചുകൊണ്ട് പോയതല്ലേ, അപ്പോൾ അതെല്ലാം പോലീസിനോട് പറയണ്ടേ. സാർ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് കുറച്ച് വണ്ടിയുണ്ട്, അതെല്ലാം മംഗലാപുരത്ത് പോയി പൊളിഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. 30 വണ്ടി മോഷണം ചെയ്തതായിട്ട് പറഞ്ഞു. അതിൽ 30 വണ്ടിയും നമുക്ക് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി സീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അത് സീസ് ചെയ്ത് എല്ലാം കാസർഗോഡ് കോടതിയിൽ കൊടുത്ത് എന്നിട്ടത് മറ്റു കോടതികളിലേക്ക്, ബന്ധപ്പെട്ട കോടതികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പയ്യനെ ഞാൻ ഈ ട്രയലിൻ്റെ സമയത്ത് 1-2 സ്ഥലത്തുനിന്ന് കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എടാ പഴയ പണിയൊക്കെ നിനക്കുണ്ടോ ഇപ്പോഴും? അപ്പം സാർ എല്ലാം നിർത്തി, ഞാൻ ഇപ്പോൾ ഒരു കേസിലും പെട്ടിട്ടില്ല, സാറ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അന്വേഷിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചതിൽ പിന്നെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, ചെറിയ പ്രായമാണ്. പിന്നെ ഇവനോട് ഞാൻ ചോദിച്ചു, കയ്യിൽ വല്ല പൈസ, ഇവനെ പിടിക്കുമ്പോൾ കയ്യിൽ വല്ല പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇത്രയും വണ്ടിയെല്ലാം കൊണ്ടുകൊടുത്ത് മോഷണം നടത്തി കൊണ്ടു കൊടുത്തല്ലേ, അപ്പം പൈസ കിട്ടിയിട്ടുണ്ടാവും. കയ്യിൽ വല്ല പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവൻ്റെ അടുത്ത് ആകെ ഒരു 50 രൂപയോ 60 രൂപയോ കണ്ടേ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പയ്യൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ പൈസയെല്ലാം എന്ത് ചെയ്യുന്നു? അത് ലാവിഷായിട്ട് അങ്ങ് തീർക്കും, കിട്ടുന്ന സമയത്ത് തന്നെ ലാവിഷായിട്ട് തീർക്കും. പിന്നെ കയ്യിലൊന്നും മുക്കലും, വീട്ടിൽ കൊടുക്കലുണ്ടോ വല്ലതും? വീട്ടിൽ ഈ പൈസയൊന്നും കൊണ്ട് കൊടുക്കത്തില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാൻ ഒരു വളരെ കുറച്ച് കാലം കാസർഗോഡ് ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊരു കേസ് ഉണ്ടായിരുന്നു. കുമ്പള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ഹക്കീം എന്ന് പറയുന്ന ഒരാൾ രാത്രിയിൽ കിണറ്റിൽ പോയി വീണ് മരണപ്പെട്ട ഒരു സംഭവം. അപ്പം അതിന് അവർ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഭയങ്കര സംശയമൊക്കെ ഉന്നയിച്ച് മേലോട്ടൊക്കെ പരാതി കൊടുത്തിട്ട് അങ്ങനെയാണ് അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വരുന്നത്. ലോക്കൽ പോലീസിൻ്റെ അടുത്ത് നിന്ന് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വരുന്നത്. അവരുടെ വാദം ഇങ്ങനെയായിരുന്നു, അതായത് എവിടുന്ന് ഒരു ജീപ്പ് വന്ന് ഇവനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, അങ്ങനെ ഓടുന്നതിനിടയിലാണ് ഇവൻ കിണറ്റിൽ വീണ് മരിച്ചത് എന്നൊരു പരാതിയാണ് ഇവർ ഉന്നയിച്ചത്. അതാണ് അന്വേഷിക്കേണ്ടത്, സംശയമുണ്ട്, ഇവനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ കാസർഗോഡ് ക്രൈംബ്രാഞ്ചിൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ ക്രൈം സ്ക്വാഡിലുണ്ടായിരുന്ന കണ്ണൂരുകാരനായ ഒരു രമേശനുണ്ട്, പിന്നെ മറ്റു പോലീസുകാരും കൂടി. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം എനിക്ക് തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ സംഭവ സ്ഥലത്ത് എത്തി, ആൾമറയില്ലാത്ത കിണറ്റിൻ്റെ അടുത്തെത്തി. അവിടെ എല്ലാം പരിശോധിച്ചു, ചുറ്റുമുള്ള സാക്ഷികളെല്ലാം ചോദ്യം ചെയ്തു. ഇത് ഭയങ്കര ഒരു കുഴലൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ് ആ നാട്ടിൽ. കാരണം ഒരു ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ട് ലോക്കൽ പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിലായിരുന്നു അന്നത്തെ നാട്ടുകാരുടെ മുഴുവൻ ആരോപണം. അതുകൊണ്ട് അവിടെ നേരിട്ട് പോയി, അതേപോലെ തന്നെ ആ കിണറെല്ലാം വറ്റിച്ച് നോക്കി, വീണ് കിടന്ന കിണറ്റിനകത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് വറ്റിച്ച് നോക്കി. അപ്പോൾ വേറെ ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല. പിന്നെ ഏതോ ഒരു കണ്ണൂരിൽ നിന്ന് വന്ന, കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണ് ഇവന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ആ പ്രദേശത്ത് വന്നതായിട്ട് ഒരു സാക്ഷിയും കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, അന്ന് രാത്രിയിൽ അവിടെ തൊട്ടടുത്തൊരു കല്യാണം ഉണ്ട്, അവൻ കല്യാണത്തിന് പോയിട്ട് വരുന്നതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ അവൻ കല്യാണത്തിന് പോയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത് ഈ കെട്ടിൽ വീഴുന്നതിന് മുമ്പ് 2 വീടുകളിൽ അവൻ കയറുന്നുണ്ട്, 2 വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കല്യാണ വീട്ടിൽ പോയതിൻ്റെ ആയിട്ട് യാതൊരു ലക്ഷണവുമില്ല, അവനെ ആരും അവിടെ കണ്ടിട്ടുമില്ല. പിന്നെ അന്വേഷണത്തിൽ മനസ്സിലായൊരു കാര്യം, വേറെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് പിന്നെ ബന്ധമുണ്ടായിരുന്നു എന്നും അവരെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്ന അവസരത്തിൽ അബദ്ധം പറ്റിയതായി വീണതാകുമെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ആ കേസ് അവസാനിപ്പിക്കാൻ റിപ്പോർട്ട് കൊടുത്തത്. ഞാൻ കാസർഗോഡ് CI ജോലി ചെയ്യുന്ന സമയത്ത് കാസർഗോഡ് സർക്കിളിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു ബദിയെടുക്കുക. 26/8/2004 ഈ ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ബീജത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അന്നേ ദിവസം രാവിലെ നാരായണൻ എന്ന് പറയുന്ന ഒരാൾക്ക് വെടിയേറ്റതായിട്ട് ഒരു വിവരം ലഭിച്ചു. പക്ഷേ നാരായണനുമായിട്ട് ബന്ധപ്പെട്ടവർ ആരും തന്നെ സ്റ്റേഷനിൽ വിവരം പറഞ്ഞില്ല. അവർ നേരെ
ഈ നാരായണനെയും കൊണ്ട് മംഗലാപുരം വെള്ളോക്ക് ആസ്പത്രിയിലേക്കാണ് പോയത്. അപ്പം SI അവിടെ നിന്ന് വിളിച്ചു, സാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വെടിവെപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വെടിവെപ്പിൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളത് ഈ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പകയോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ, നിങ്ങൾ നേരിട്ട് തന്നെ വെള്ളോക്ക് ആസ്പത്രിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ SI വെള്ളോക്ക് ആസ്പത്രിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് രാവിലെ ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതായത് മാധവൻ, സുശീൽ കുമാർ തുടങ്ങിയ ഒരു 7ഓളം ആൾക്കാർ, ഈ നാരായണനും ഉണ്ട്, പരിക്ക് പറ്റിയ നാരായണനടക്കം, പന്നിയെ വെടിവെക്കാനായിട്ട് പോയപ്പോൾ അബദ്ധത്തിൽ വെടി പൊട്ടിയാണ് നാരായണന് പരിക്ക് പറ്റിയത് എന്ന് മനസ്സിലായി. ഈ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നാരായണൻ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. 304A IPC പ്രകാരവും ആംസ് ആക്ട് പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൻ്റെ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ബീജത്തടുക്ക് എത്തി, സാക്ഷിയുടെ സാന്നിധ്യത്തിൽ മാസ്റ്റർ തയ്യാറാക്കി, സാക്ഷികളെ ചോദ്യം ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രതികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികൾ കൃത്യത്തിന് ശേഷം ഒളിപ്പിച്ചു വെച്ച തോക്ക് അവിടെ കുറച്ച് ദൂരം മാറിയിട്ടുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ബന്ദോബസ്തിലെടുത്തു. തിരകളും കുറച്ച് ബാക്കി വന്ന തിരകളുണ്ടായിരുന്നു. അത് മാസ്റ്റർ തയ്യാറാക്കി ബന്ദോബസ്തിലെടുത്ത് മുദ്രകൾ കോടതിക്ക് അയച്ചു. അതിനുശേഷം ഈ തോക്ക് പരിശോധന നടത്തുന്നതിന് വേണ്ടി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കുകയും ചെയ്തു. പ്രതികളെ എല്ലാവരെയും ഒരു 3 ദിവസത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊടുത്തു. അതിനു മുമ്പ് ഈ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവർ പറഞ്ഞത് മരിച്ചുപോയ നാരായണൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പൊട്ടി നാരായണന് പരിക്ക് പറ്റി എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും എൻ്റെ അന്വേഷണം അതങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. കാരണം മറ്റ് സാക്ഷികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞത് ശരിയാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ പ്രതികളെ റിമാൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായിപ്പോയി. പിന്നീട് എനിക്ക് FSL റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ശേഷം വന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. അന്ന് ആയത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ സംഘടനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്നതിന് ശൈലജ ടീച്ചർ അടക്കമുള്ള കുറേ MLAമാർ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് തൊക്കൽങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വണ്ടിക്ക് നേരെ ബോംബേർ MLAമാർ വരുന്നു, പോലീസ് വാഹനങ്ങളുണ്ട്, കാണുന്നുണ്ട്. ഞാൻ സന്ധ്യ ആവുന്നതേ ഉള്ളൂ, മുന്നിക്കട ബോംബ് പോയിട്ട് അപ്പുറത്തുനിന്ന് പൊട്ടുന്നത്. അപ്പോൾ ഇതിനിടയിൽ വണ്ടി ഡിവൈഡറിനകത്ത് കയറുന്നു എൻ്റെ ജീപ്പ്.